നമുക്ക് പാരട്ടെ. அப்பா வந்து இன்ட்ரோவர்ட், அம்மா வந்து எக்ஸ்ட்ரோவர்ட். ഇല്ല അതിന് ഞാൻ പറയാം. அப்பா வந்து ஸ்மார்ட்டா സംസാരിക്കുക, അമ്മ வந்து ലൗഡാ സംസാരിക്കുക. എന്താണെന്നറിയോ, அப்பா வந்து எல்லாம் அப்பன் ഉള്ളിലിരിക്കുക, അമ്മ வந்து എല്ലാം വെളി തുറന്നു പറയും. അത് ചെല്ലിയോ അമ്മ வந்து എല്ലാം ചിട്ടയായിട്ടിരിക്കുക, അമ്മ ചിട്ടയായിരിക്കും പക്ഷെ വേറെ മാതിരി. அப்பா வந்து எல்லாம் അലമ്പാക്കും, അമ്മ வந்து അതിനെ ശരിയാക്കും. അപ്പൊ എങ്ങനെ ക്യാരക്ടർ സിമിലർ? How is an electricity flow happening? Tell me. Physics you have learned. என்ன லேண்ட்? அதுல ஃபெயில். അതാണ് എനിക്ക് ചീസ് കഴിക്കണം വലിയ ആഗ്രഹം. പച്ചക്ക് ഇഷ്ടം. എനിക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷെ എപ്പോഴും ചിരിക്കാൻ വേണ്ടി പറയില്ലേ. ഇതാണ് സുന്ദര സാറോട് പേട്ടി കൊച്ചുമോള് ആൻസ് കൂടെ വരില്ല. ആര് പറഞ്ഞു എന്നെ നിറയത്തി 50 ഇല്ല ചേട്ടാ, ഭയങ്കര ആക്സിഡന്റ്. ഒരാളെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ ഉണ്ടല്ലോ അത് ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഞാൻ അവിടെയോ പോയിട്ട് വരും. എന്നിട്ട് ഞാൻ മറന്നു പോകും, ഓ ഈ ടെക്സ്റ്റിലെ പീരിയഡ് ആയിരുന്നു അത്. അങ്ങനെ മലയാളം ഇങ്ങോട്ട് പോ. അത്രയും വലിയ നാക്കിട്ടാ ഞാൻ കേരളയിലൊന്നും നിങ്ങൾക്കെല്ലാം കൊണ്ടുവിടാൻ. എന്നരകിലേ കണ്ണരകിലേ നീ വേണ്ടുമേ, മണ്ണടിയിലും മുന്നരകിലേ നാൻ വേണ്ടുമേ, சொல்ல முடியாத காதலும் சொல்லிலடங்காத நேசமும் எண்ண முடியாத ஆசையும் உன்னிடத்தில் தோன்றுதே நீதானே. നമുക്ക് ചോദിച്ചു പോവാം. അപ്പൊ പറയൂ, എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്നു ലൈഫ്? അടിപൊളിയായിട്ട് പോകുന്നു. മനസ്സിലായില്ലേ? ചോദിച്ചേ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടയ്ക്ക് സംസാരിക്കുന്നത് ഒരു ഭയങ്കര രസം തന്നെയാണല്ലേ? ഇങ്ങനെ സരസമായിട്ടുള്ള രസങ്ങൾ പറഞ്ഞ് സംസാരിക്കുന്നതാണ്. ഞങ്ങൾ കച്ചേരിക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കര രസാട്ടോ. എല്ലാരും ചിരിച്ച് കൂടെ വരുന്ന ആർട്ടിസ്റ്റും എങ്ങനെയാ തമാശ പറഞ്ഞ് ചിരിച്ച് അത് ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. കച്ചേരിക്ക് പോകുന്ന സംടൈംസ് ഇവിടുന്ന് ചില നേരം ഇവിടുന്ന് 1.5 മണിക്കൂർ ദൂരമൊക്കെ ഉള്ള ഇപ്പൊ പോണ്ടിച്ചേരി അങ്ങനെയൊക്കെ ഉള്ളടത്ത് കച്ചേരിയാണ്. ഇവിടെ നമ്മൾ കാറിൽ പോയി അവിടം വരെ ചിരിച്ച് എനിക്ക് പാടാൻ പറ്റാത്ത രീതിയിൽ തൊണ്ട കെട്ടിപ്പോകും. അതൊരു അനുഗ്രഹമാണ്. ഈ ആർട്ടിസ്റ്റുകൾ പ്രത്യേകിച്ച് ഈ കച്ചേരിക്കാര് എല്ലാം തമാശക്കാരാണ് കേട്ടോ. അവർക്ക് എനിക്ക് തോന്നുന്നു കലാകാരന്മാരൊക്കെ തമാശ ചിലര് പറയില്ല, അവരുടെ സ്റ്റേച്ചർ വലുതായിരിക്കും. പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ അവർ വലിയ, അവർക്ക് പറയാൻ പറ്റൂല, അയ്യോ ഈ തമാശയൊക്കെ വെളിയിൽ പറഞ്ഞ ഇങ്ങനെ എന്നുള്ള അവർക്കൊരു ശരിക്കും നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നല്ലോ. ലവ് മാരേജ് അല്ലേ? അപ്പൊ ഈ ലവ് ആ സമയത്ത് ഇപ്പൊ ഈ പറയുന്ന പോലെ ഫോണും അങ്ങനത്തെ പരിപാടികളൊന്നും ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇപ്പൊ നമ്മൾ ചില ക്വാളിറ്റീസ് കണ്ടിട്ടായിരിക്കുമല്ലോ യെസ് പോരുന്ന കൂടെ അല്ലെങ്കിൽ നമുക്ക് മാരേജ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ രണ്ടുപേരാണ് ഞാൻ ചോദിക്കുക, ആ ഒരു ക്വാളിറ്റി ആ സമയത്ത് ഫീൽ ചെയ്ത് എന്തൊക്കെയായിരിക്കും? നിങ്ങൾ ഒരേ പ്രൊഫഷൻ ഓഫ് കോഴ്സ്, അതെ, വളരെ നല്ല പാട്ടുകാർ രണ്ടുപേര്, അതൊക്കെ അതല്ലാതെ നോക്കുവാണെങ്കിൽ അപ്പൊ തോന്നി ഇപ്പൊ മാറിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാം. ഇല്ല ഞാൻ പറയാം. അതായത് അന്ന് ഈ ജീവിതം തുടങ്ങുന്ന ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ബിൽഡിംഗ് പ്രായമാണല്ലോ. അപ്പോൾ മ്യൂസിക് എങ്ങനെ ഇരിക്കണം, ഞാൻ പാടുന്ന പാട്ട് എങ്ങനെ ഇരിക്കണം എന്നുള്ള ഒരു വകഭേദം വരുത്തി ഇങ്ങനെ വേണം, ഇതിങ്ങനെ പാടണം, അതേപോലത്തെ ഒരു ഫോർമുലയുള്ള മ്യൂസിക് ഉള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഒരുമിച്ച് പാടുന്നത്. അത് ഇറ്റ്സ് എ ഗുഡ് കോംപ്ലിമെന്റ്. സോ സെയിം ടൈപ്പ് ഓഫ് റെൻഡിഷൻ. ഓക്കെ, അതാണ്. ക്യാരക്ടറിൻ്റെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ക്യാരക്ടേഴ്സൊക്കെ ആണല്ലോ ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് തോന്നുമല്ലോ, ഓക്കെ ഇത് നമുക്ക് സ്യൂട്ടാവുന്ന ആളാണ്, എല്ലാ വൈബ് കണ്ടിപ്പാ സൂട്ടാവുന്ന ആളല്ലേ. ഇവള് നമുക്ക് പാരട്ടെ. അമ്മ வந்து ഇൻട്രോവേർട്ട്, അമ്മ வந்து എക്സ്ട്രോവേർട്ട്. ഇല്ല അതിന് ഞാൻ പറയാം. அப்பா வந்து ஸ்மார்ட்டா സംസാരിക്കുക, അമ്മ வந்து ലൗഡാ സംസാരിക്കുക. എന്താണെന്നറിയോ, அப்பா வந்து എല്ലാം അപ്പൻ ഉള്ളിലിരിക്കുക, അമ്മ வந்து എല്ലാം വെളി തുറന്നു പറയും. அப்பா வந்து எல்லாம் ചിട്ടയായിട്ടിരിക്കുക, അമ്മ ചിട്ടയായിരിക്കും പക്ഷെ വേറെ മാതിരി. அப்பா வந்து എല്ലാം അലമ്പാക്കും, അമ്മ வந்து അതിനെ ശരിയാക്കും. അപ്പൊ എങ്ങനെ ക്യാരക്ടർ സിമിലർ ക്യാരക്ടർ അല്ല. how is current is happening? Electricity. How is an electricity flow happening? Tell me. Physics you have learned. என்ன லேண்ட்? அதுல ஃபெயில். അതാണ്. അല്ലല്ല, there is a positive and negative current. അത് കറക്റ്റ് ആണ്. നോർത്ത് പോൾ സൗത്ത് പോൾ കറക്റ്റ്, ഓപ്പോസിറ്റ്സ് അട്രാക്ട് ഈച്ച് അതർ. അപ്പോൾ you have corrected your statement. Yes, you have corrected your statement. You have corrected your statement. கரெக்ட். அண்ணா என்ன கேட்டாரு, இந்த மாதிரி வந்து கேரக்டர் இப்படிலாம் இருக்கு சிமிலர் அப்படிங்க. அப்ப நான் வந்து சிமிலர் இல்ல.
ഐ ആസ്റ്റ് ആ വൈബ് മാച്ച് ആകുന്ന എന്തൊക്കെ ടോക്കിംഗ് കൊണ്ടാണ് അബൌട്ട് നോട്ട് ദി ക്യാരക്ടർ. Fine. ബട്ട് ഷീ സെഡ് ക്യാരക്ടറിൽ ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് ഉണ്ടാവണല്ലോ. ഞാൻ പറയാം, ഐ ആം എ മെയിൽ, ഷീസ് എ ഫീമെയിൽ. മൊത്തത്തിൽ മാറിയില്ലേ? മൊത്തം മാറി. ഐ ആം എ മെയിൽ, ഷീസ് എ ഫീമെയിൽ. ഹാർമോൺസ് ആർ ഡിഫറെന്റ്. ഇതൊരു difference Yes, ആണല്ലോ. that's a major ഞാൻ difference. തന്നതാണ് correct. That's a major difference. പിന്നെ மேல சரி இன்னைக்கு இருக்க முடியும் பட் இனி അന്നിക്കില്ല. It's advanced ലൈഫ് സ്റ്റൈൽ. ഇപ്പൊ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ശിവാംഗി. ഇല്ല ചേട്ടാ ഒന്ന് ക്യാരക്ടർ വൈബ് അങ്ങനെ ചോദിച്ചില്ലേ, അപ്പൊ ഞാൻ പറഞ്ഞു വൈബ് ഇങ്ങനെയാ അങ്ങനെ. അതെ അതെ. ശരി, അത് ക്യാരക്ടറിന്റെ ഒരു പ്രസന്റേഷന് വ്യത്യാസം ഉണ്ടെങ്കിലും മനസ്സിൽ ഏകദേശം. ഇപ്പോൾ ഞങ്ങൾ ഒരു എബ്രോഡ് എടുത്ത് ഫോർ എക്സാമ്പിൾ പറയാം, ഞങ്ങൾ ആ കൺട്രിയിലെ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രണ്ടുപേരും. ഇപ്പൊ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ചിലർക്ക് അയ്യോ ഇഷ്ടം, എനിക്ക് ഒത്തിരി പേര് ആൾക്കാര് ആ കൺട്രിയിലെ ഫുഡ് ഇഷ്ടപ്പെടില്ല. കയ്യില് ഇവിടുന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോകും. അല്ലേ, ഇവിടുന്ന് പോട്ടെ, അവിടുന്ന് വെളിയിലൊന്ന് ഒരു ഷോപ്പിങ്ങിനോ എന്തെങ്കിലും ഇറങ്ങിയാ പുളിയോദരം തരിച്ചതും കൊണ്ടുപോകുന്ന ആൾക്കാരെ അറിയാം. പക്ഷെ ഞങ്ങൾ അങ്ങനല്ല, ഞങ്ങൾ ഒരേപോലെ നമുക്ക് ആ കട കറക്റ്റായിട്ട് ഒരേ കട കയറും, അവിടെ പോയി കഴിക്കും. ഞങ്ങൾ അങ്ങനെ ചില്ല് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ഒന്നും വേണ്ട. ഒരു ഫ്ലൈറ്റിൽ പോയാൽ തന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഫ്ലൈറ്റിൽ എന്ത് ഫുഡ് കഴിക്കണം, എന്തൊക്കെ കുടിക്കണം, എന്തൊക്കെ ഇത് വേണം, എന്ത് കുടിക്കണം എന്ന് പറഞ്ഞാൽ ജ്യൂസിന്റെ വെറൈറ്റി വരെ നമ്മൾ ഒരുമിച്ചാണ് അത് ഒരേപോലെ ആയിരിക്കും. ഒരേപോലെ തമാശക്കടയിൽ ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. ഈ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അവിടെ അമേരിക്കയിലൊക്കെയാണ്. അപ്പോൾ പുള്ളി പറയുന്നത് ഇനി വേണം ദോശ ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞു ആ ക്ലൈമറ്റിന്, അത് നോർത്ത് അമേരിക്കയിലാണ്, അത് നോർത്തിലാണ്, ആ തണുപ്പനുസരിച്ചിട്ടാണ് അവിടുത്തെ ഫുഡ്. അവിടുത്തെ ഫുഡ് നമ്മളിവിടെ കഴിക്കുന്നില്ലല്ലോ. അതുപോലെ നമ്മളെക്കാൾ ചെന്നൈയിൽ നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് മുകളിൽ കയറുമ്പോൾ ആന്ധ്രയായി ഏറ്റവും കൂടുതൽ എന്താണ് സ്പൈസി ആണ്. ഹൈദരാബാദ് സെയിം ആണ് മെക്സിക്കോ. സെയിം ഇക്വേറ്റർ, ആ ലാറ്റിറ്റ്യൂഡിന് അതേപോലത്തെ ക്ലൈമറ്റ് ഉള്ള സ്ഥലത്ത് മെക്സിക്കോയിൽ അത്ര എരിവാണ്. എന്നാൽ തൊട്ട് മുകളിൽ അമേരിക്കയിൽ എരിവല്ല. ഇനി മുകളിലേക്ക് പോയാൽ എരിവെല്ലാം കുറയും. യൂറോപ്പിൽ എരിവൊന്നും കഴിക്കുന്നില്ല. രാവിലെ ചീസ് കഴിക്കണം നിർബന്ധം. ചീസ് നമ്മൾക്ക് ഇവിടെ കഴിക്കാൻ പറ്റുമോ? ഇല്ല, ചീസ് ഒരു ഗുഡ് ഫാറ്റ്. അവരുടെ ചീസ് ഞാൻ പറഞ്ഞ ഗുഡ് ഫാറ്റ്. ചീസ് ഒന്ന് നമ്മുടെ ബോഡിയെ വാമാക്കി. എനിക്ക് ചീസ് കഴിക്കണം വലിയ ആഗ്രഹം. പച്ചക്ക് ഇങ്ങനെ എനിക്കിഷ്ടം, എനിക്കിഷ്ടം, പക്ഷെ കഴിക്കാൻ പറ്റില്ല. എപ്പോഴും ചിരിക്കാൻ വേണ്ടി പറയില്ലേ ചീസ്. പക്ഷെ ഒരു കാര്യം ശിവാംഗി പറഞ്ഞ കറക്റ്റാണ് കേട്ടോ. അതായത് ഞാനത് ഒന്നുകൂടെ ക്ലിയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ചോദിച്ചതിൽ ആ വൈബ് മാച്ച് ആവും. ക്യാരക്ടേഴ്സ് രണ്ടും ഡിഫറെന്റ് ആണ്, പക്ഷെ വൈബ് മാച്ച് ആവും. അതാണ് യു മെന്റ്, റൈറ്റ്? എനിക്ക് മനസ്സിലായി ഇപ്പൊ കറക്റ്റ് ആണെന്നുള്ളത്. സോ ഇപ്പൊ മോനാണെങ്കിൽ എങ്ങനെയാ, ഇപ്പൊ നിങ്ങൾ മൂന്നുപേരും മോൻ എങ്ങനെ അധികം സംസാരിക്കുന്ന ആളല്ല എന്ന് ശിവാംഗി പറഞ്ഞു. അവനും പക്ഷെ സംസാരിച്ച് തുടങ്ങിയ നന്നായി സംസാരിക്കും. പിന്നെ കുറച്ചുകൂടെ സോഫ്റ്റ് ആണ്, ഇവളെ പോലെ ഇച്ചിരി സോഫ്റ്റ് ആണ്. ഞാനും സോഫ്റ്റാ. അങ്ങനെയല്ല, ഞാൻ വന്ന് സംസാരിക്കുന്നത് ചടപട, ലൗഡ് ആൻഡ് ഫാസ്റ്റ്. അവൻ സോഫ്റ്റ് ആണ്. അതെ, ഭയങ്കര സ്ലോ സംസാരിക്കാൻ എനിക്ക് പൊறுമയല്ല. അവനെ ഞാൻ തിട്ടും. അവൻ ഏത് സിമ്പിൾ ആയിട്ട്, ഇവിടുത്തെ ഞങ്ങളുടെ ഫാമിലിയുടെ പേര് സംഗീത ഭവന, സംഗീത ഭവനിലെ പ്രണവ് മോഹൻലാൽ എന്ന് അവനെ വിളിക്കണേ. അവൻ ഇപ്പൊ ഒരു സിമിലറിന്റെ അല്ല, ക്യാരക്ടർ സിമ്പിൾ ആയിട്ട് ജീവിക്കാൻ ഇഷ്ടവും, സിമ്പിൾ ആയിട്ട്. ഇപ്പൊ അവനെടാ, ഇപ്പൊ നമ്മള് ഒരു കാറെടുത്ത് ഇതോ എവിടെ പോവാന്ന് പറഞ്ഞാൽ ചിലപ്പോ അവൻ ഒരു ചക്കട സ്കൂട്ടർ കയറി അങ്ങനെ പോയി ഒരു സിമ്പിൾ ഷർട്ട് പോടും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് സിമ്പിൾ ആയിട്ടും ജീവിക്കുന്ന ആളാണ്. കൂടുതലും അങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്നൊന്നും അവ ഹോസ്റ്റലിലാ ജീവിച്ചേ. സോ എല്ലാ റേഷൻ വെച്ച് പഠിച്ചു. ഐസ്ക്രീം ഒരു സപ്പോസ് ഇവിടെ ഒരു എനിക്ക് എല്ലാമേ കഴിക്കുന്നതല്ല കുറച്ച് എക്സോട്ടിക്ക വേണം. അപ്പൊ വന്ന് ഞാനൊരു ഐസ്ക്രീം ചിലപ്പോ 400 രൂപയ്ക്കൊക്കെ വാങ്ങിച്ച് കഴിക്കും. അവന്റെ അടുത്ത് കൊടുത്ത 400 രൂപയ്ക്ക് ഐസ്ക്രീം സാപ്പിടുற അറിയவே இல்ல. കാശ് പറ്റി എന്നെ தெரியும். നാളെ 10 രൂപയ്ക്ക് ഐസ്ക്രീം സാപ്പിടുമെന്ന് പറയും. ആ ഒരു ഇത് കൃഷ്ണേട്ടനാണെങ്കിലോ ഇപ്പം ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ ആരുടെ ഇപ്പം മോന് കിട്ടിയേക്കുന്നത് കൃഷ്ണേട്ടന്റെ ഒരു ക്യാരക്ടറാണോ, അല്ലെങ്കിൽ ശിവാംഗിക്ക് കിട്ടിയേക്കുന്ന ആരുടെ ക്യാരക്ടർ, അങ്ങനെ നോക്കുവാണെങ്കിൽ? അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ ദേ ഹാവ് ടു ലിവ് ദെയർ ഓൺ ലൈഫ്. സോ ഫ്രീഡം ഫോർ എക്സ്പ്രഷൻ ആൻഡ് ഫ്രീഡം ഫോർ ലൈഫ്, വാട്ട് എവർ ദേ വോണ്ട് ടു ഹാവ്. നമ്മുടെ ശരീരമല്ല. നമുക്ക് ദാഹം ഉണ്ടെങ്കിൽ നമുക്ക് മാത്രമേ അറിയുള്ളൂ. അവർക്ക് ദാഹം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കഴിക്കണം തോന്നുകയാണെങ്കിൽ അവർക്കല്ലേ അറിയുള്ളൂ. സോ അത് ഇറ്റ് ഈസ് ദെയർ ഫ്രീഡം ടു ഹാവ് വാട്ട് എവർ ദേ വോണ്ട് ടു ഈറ്റ് ഓർ വാട്ട് എവർ ദേ വോണ്ട് ടു ഹാവ് വാട്ട് എവർ വേർ എവർ ദേ വോണ്ട് ടു ഗോ. നമ്മുടെ ഇമ്പൾസ് പറയും ഇന്നിപ്പോൾ അവിടെ പോകണ്ട,
അപ്പോൾ നമ്മൾ വിചാരിക്കും പോകണ്ടെന്ന്. ഉം, ഉം. അങ്ങനെയാണല്ലോ എല്ലാവരും. അതെ അതെ അതെ. പക്ഷെ ഞാനങ്ങനെ ഇമ്പൾസിനെ ഒന്നും തടുത്ത് നിർത്താറില്ല. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പാരന്റിങ് അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് നോക്കുമ്പോൾ ഇപ്പം മക്കൾക്ക് മാക്സിമം ഫ്രീഡം കൊടുക്കുക എന്നുള്ളൊരു ആ ഒരു ഇത് അത് നിങ്ങൾ അതെ അതെ അത് എസ്പെഷ്യലി ഇവരുടെ സ്കൂൾ ഡേയ്സിലാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് ഞാൻ. അതെ 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 എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഓപ്പൺ ഡേ എന്നൊരു പരിപാടി ഉണ്ട്. എന്ന് വെച്ചാൽ ഈ മാർക്കെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു സമയം. കണ്ടക്ട് പറയുന്നത് അപ്പം ഞാൻ അതിന് മുമ്പേ ഒന്ന് റെഡിയാവും. എങ്ങനെ അത് അഭിമുഖീകരിക്കണം. നമ്മളെ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന പോലെ. പ്രത്യേകിച്ച് ശിവാനിയുടെ ഓപ്പൺ ഡേ. അയ്യോ അപ്പാടെ തല അപ്പാടെ തല ശിവാനി നേരെ അത് ആയിട്ടാ ഇങ്ങനെ ഇത്. നിൽക്കണം. ആണോ? അല്ല വാസലല്ല, ഓരോ ടീച്ചേഴ്സും അങ്ങനെ പഠിക്കുന്നില്ല, നേരെ ഇല്ല പഠിക്കുന്നില്ല. ചേട്ടാ ഞാൻ ഭയങ്കര ആബ്സെന്റ് മൈൻഡാ. ഒരാള് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ ഉണ്ടല്ലോ എവിടെയോ അത് ഇൻട്രസ്റ്റിംഗ് ഇല്ലെങ്കിൽ ഞാൻ എവിടെയോ പോയിട്ട് വരും. എന്നിട്ട് ഞാൻ മറന്നേ ഈ ടീച്ചറിന്റെ പീരീഡ് ആയിരുന്നു ഇത് അങ്ങനെയെന്ന്. അല്ല ഓപ്പൺ ഡേക്ക് അതിപ്പോ മനസ്സിലായില്ല അനിയന്റെ കാര്യം പറഞ്ഞപ്പാ. ഓപ്പൺ ഡേക്ക് മറ്റേ അടുത്ത പേഷ്യന്റ് വരൂ എന്ന് പറഞ്ഞാൽ ചെയറിൽ പിടിച്ചിരുത്തും. അതുപോലെ എന്താണ് വെച്ച് നോക്കത്തില്ല, നമുക്ക് നെഞ്ചെടുപ്പ് അറിയാം, അവർക്ക് കണ്ടോണ്ടിരിക്കല്ലേ. അപ്പോൾ ഉടനെ ആ കേസ് ഷീറ്റ് എടുത്ത് വെക്കും. അത് ആൻസർ പേപ്പർ എടുത്ത് വെക്കും. ഇങ്ങനെ നമ്മുടെ മുമ്പേ ഓരോന്നായിട്ട് വിരിക്കും, നമ്മുടെ മറ്റേ സ്കാൻ റിപ്പോർട്ട് പോലെ. ഓക്കെ. പിന്നെ വിരിച്ച് അത് മാർക്ക് കണ്ട് ഇങ്ങനെ കാണിക്കും. വായിക്കത്തുപോലും ഇങ്ങനെ കാണിക്കും ഇങ്ങനെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കിറ്റ്കാറ്റോ ഇങ്ങനെ സാധനങ്ങളെ കയ്യിലുണ്ടാവും. എന്ന് വെച്ചാൽ വഴക്ക് പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നേരത്തെ പക്ഷേ അപ്പ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ തല കുനിഞ്ഞ് വളരെ സങ്കടമായിട്ട് കുറേ നേരം ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഇന്ന് ഭയങ്കര തല ഉയർത്തിയാണ് നിൽക്കണേ. വി ആർ വെരി വെരി മച്ച് പ്രൗഡ് എന്ന് എല്ലാവരും. ശിവാനി അപ്പ അമ്മ എന്ന് പറഞ്ഞ എൻ്റെ അച്ഛൻ ഇവരുടെ അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്. എൻ്റെ അച്ഛനും പ്രൊഫസറായിരുന്നു. അപ്പോൾ എത്രയോ സ്റ്റുഡൻസിനെ അവർ നേരിട്ട് കണ്ട് അവരുടെ സൈക്കോളജി മനസ്സിലാക്കി ബിഹേവ് ചെയ്യുന്നത് ഞാൻ നേരിട്ട് കൊച്ചിലേ മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഐ നോ ഹൗ ടു ഇതെങ്ങനെ ഒരു ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചാലേ ഉള്ളൂ എന്നുള്ള കാര്യമില്ല. നമ്മൾ പഠിക്കണം, സ്കൂളിൽ പോയി പഠിക്കുന്ന. ഞാനിപ്പോഴും എല്ലാവരോടും പറയുന്നത് സ്കൂൾ കോളേജിലും പഠിച്ചിരിക്കണം എന്ന് പറയാൻ കാരണം എങ്ങനെ ബാക്കി ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിപ്പോൾ ഓൺലൈനിലേക്ക് മാറിയതുകൊണ്ട് അതൊരു അൺഫോർച്ചുനേറ്റാണ്. പല കുടുംബത്തിൽ നിന്ന് വരുന്ന പിള്ളേരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇൻട്രാക്ടിങ് ഒരു കൾച്ചർ കിട്ടും. ഹൗ ടു ഇൻട്രാക്ട് വിത്ത് പീപ്പിൾ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പഠിത്തം സെക്കൻഡറി ആണെന്ന് ഞാൻ പറയുള്ളൂ. റിയൽ ആയിട്ട് പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് ഇവര് ഒന്ന് എന്നെ എല്ലാ ട്രിപ്പിനും അയക്കായിരുന്നു. ട്രിപ്പിൽ നിറയെ ഡ്രാമ നടക്കും. അപ്പൊ എനിക്ക് അതെല്ലാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. ഈ പ്രാവശ്യം ട്രിപ്പിൽ പോയുമ്പോ ഞാനായിരുന്നു എല്ലാ ലീഡെല്ലാം എടുത്ത് എല്ലാരും വന്ന് അടിച്ച് എഴുന്നേപ്പിച്ച് കൂട്ടിട്ട് വന്ന് ഓണാക്കുന്നത്. അപ്പം ഈ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ തരുമല്ലോ. അപ്പൊ കേട്ടിരുന്ന ഏറ്റവും എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ശിവാനിയെ പറ്റി സ്കൂളിൽ? അല്ല, ഏതൊക്കെ സബ്ജക്ട് വീക്ക് ആണെന്നുള്ളത് നമുക്കറിയാലോ. നമുക്ക് തന്നെ എനിക്ക് കണക്ക് വരില്ല. കണക്കാ BSc മാത്സ് കഴിഞ്ഞിട്ട് കണക്കില് കണക്കാന്ന്. അതാണ് അല്ല കണക്ക് അച്ഛൻ ഈ 2 ടേബിൾ 1 ടേബിൾ 3 ടേബിൾ അതെല്ലായിരിക്കുന്നു അല്ലേ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ പഠിച്ചത്. പക്ഷെ എനിക്ക് പ്രോപ്പർ രജിസ്റ്റർ ആയത് 3rd സ്റ്റാൻഡേർഡില. അത്ര വീക്ക് സ്ലോ മാത്സില്. എനിക്ക് വരില്ല. പക്ഷെ അപ്പൊ മാത്സിൽ പുലിയായിരുന്നു. അതും എന്റെ താത്ത മാത്സിൽ പുലിക്കോ അച്ഛൻ. അപ്പൊ ഒന്ന് അതാണ് പുലിമുരുകൻ. അതാ. അപ്പൊ എന്റെ താത്താനല്ല എന്നെ കാണുമ്പോ ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. കോളേജിലെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് കല്യാണം സുന്ദരം സാർ. പ്രൊഫസർ കല്യാണം സുന്ദരം സാർ. സോഷ്യലി വളരെ എല്ലാവർക്കും അറിയാം. അത് കല്യാണ സുന്ദരം സാറോടെ പേത്തി കൊച്ചുമോളല്ലേ. കൊച്ചുമോള് മാത്സ് കൂടെ വരുന്നില്ല. അതിന് പറഞ്ഞു എന്നെ നിറയെ തെറ്റി. എത്ര മാർക്കായിരുന്നു? 50. 50 ഞാൻ 9 വാങ്ങിക്കുന്നു. എന്റെ അച്ഛൻ പറയായിരുന്നു, എത്രടാ? 59. സ്റ്റേറ്റ് ബോർഡിന് ഔട്ട് ഓഫ് 200 ഒരു സബ്ജക്ട് 200 മാർക്സ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ 40 മാർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ 200ക്ക് എവ്വളോ മാത്സ് ആണ്? 80 80 ഔട്ട് ഓഫ് 200 ഫെയിൽ. പക്ഷേ ഗുഡ് മാർക്ക് എന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 9-ന് ഇതുണ്ട്. 50-ന് 9, 50-ന് 50 അങ്ങനെ. പ്രശ്നമില്ല. എനിക്കില്ലേ മാത്സ് എക്സാം വരുമ്പോ എല്ലാം പാനിക് അറ്റാക്ക് ആയി ഞാൻ പോയി അഡ്മിറ്റ് ആവും ഹോസ്പിറ്റലിൽ. മാർക്സ് എഴുതണ്ടല്ലേ? എന്നിട്ടല്ലേ ഫിസിക്സ്. അയ്യോ അതവിടെ ഒരു തലവലി. അയ്യോ എന്നിട്ട് കെമിസ്ട്രി എല്ലാം പറഞ്ഞു. ദാറ്റ് ഈസ് മൈ പഠിക്കുന്ന സബ്ജക്ട് എല്ലാം പറഞ്ഞു. മാത്സും സയൻസും പ്രശ്നമാണ്. പ്രശ്നം
അല്ലേ? തിയറി കുഴപ്പമില്ല, തിയറി എനിക്ക് എനിക്ക് അതുപോലെ സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടം. സോഷ്യല്, ഇംഗ്ലീഷ്, ഇതൊക്കെ എനിക്ക് ഇഷ്ടം. ഈ കണക്ക് ഒരു പ്രശ്നമാണ്. അവൻ മോൻ നന്നായി പഠിക്കുമായിരുന്നു. 10ാം ക്ലാസ്സിലൊക്കെ എത്ര 90 എത്ര പെർസെന്റേജ് അല്ല അത് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ചിലർക്ക് എല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ല. യു ഹാവ് ടു ക്യാരി വാട്ട് ഈസ് അവൈലബിൾ. അത് നമ്മൾ മാക്സിമം അത് എക്സ്പ്ലോയിറ്റ് ചെയ്യണം, അല്ലേ? അതല്ലേ അതിന് ശരി. നമുക്ക് പറ്റുന്ന മാക്സിമം പഠിച്ച് മാർക്ക് മേടിക്കാം. അതെ, നമ്മളെല്ലാവരെയും പോലെ ഇന്നാളെ പോലെ ആവണം, നമ്മളായിട്ട് യുണീക്ക് ആവണ്ടേ. അതെ. അപ്പോൾ പിന്നെ പ്രഷറൈസ് ചെയ്യുന്ന വളരെ മോശമായിട്ടേ ഞാൻ പറയുള്ളൂ. പെർഫെക്റ്റ് കാര്യമാണ്. ഇപ്പോൾ ഈ നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ആ സ്കൂൾ കാലഘട്ടം ഇങ്ങനെയൊക്കെ വന്ന് തല കുനിച്ച് വന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ ഓൾ പ്രൗഡ് അല്ലേ? ആ ഒരു പ്രൗഡ് ഫീൽ എന്ന് പറയുമ്പോൾ മിനിച്ചേച്ചിയുടെ കാര്യമാണെങ്കിലും ശരി, ശിവങ്ങയുടെ കാര്യമാണെങ്കിലും ശരി, ടോട്ടലി വെരി ഹാപ്പി. അതിനെപ്പറ്റി എന്താണ് അല്ലേ ആ ഒരു? അല്ലല്ല, ഞാൻ തലകുനിച്ച് വന്നത് അതൊക്കെ എക്സാജറേറ്റഡാണ്. എനിക്ക് അങ്ങനെ തലകുനിപ്പൊന്നുമില്ല. ബിക്കോസ് ഐ നോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ എന്തായിരിക്കും, എങ്ങനെ മാറും, എവറിത്തിങ് ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. ചേഞ്ചാണ് പെർമനൻ്റ് ആയിട്ടുള്ളത്, അല്ലേ? ചേഞ്ച് ഈസ് ഓൾവേസ് പെർമനൻറ്റ്. അതെ, നിങ്ങളുടെ യാ. സോ അത് ചേഞ്ചിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്താലേ നമ്മൾ, ഞാനെപ്പോഴും പറയുന്നത് എവറി ഡേ ഇസ് എ സർപ്രൈസ്. ടുഡേ യു ഹാവ് കം, ഇറ്റ്സ് എ സർപ്രൈസ്. ഞങ്ങൾ നേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ജിഞ്ചർ മീഡിയ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ട്. സോ ഐ ലൈക്ക് ദിസ് സർപ്രൈസ്. ഐ എൻജോയ് ദി ടൈം. വി എൻജോയ് ഹാപ്പിനെസ്. സ്മോൾ തിങ്സ് ആണെങ്കിൽ അത് ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അതെ. അപ്പോൾ ഈ മിക്സർ എന്തായാലും എനിക്ക് മനസ്സിലായി, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടതൊക്കെ ഈ ഫാമിലിയിൽ ഉണ്ട്. സോ ദാറ്റ് യു ഗൈസ് ആർ വെരി ഹാപ്പി എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. അടിപൊളി. എനിക്കൊന്ന് ഒരുപാട് ശിഷ്യരുണ്ടെങ്കിലും എനിക്കൊന്ന് ശ്വേതയോടൊരു സ്പെഷ്യൽ. ശ്വേത 10ാം ക്ലാസ്സിൽ സാപ്പാസ തൊട്ട് തുടങ്ങി ഞാനാണ് പഠിപ്പിച്ചത്. സോ മോർ ദാൻ 22 ഇയേഴ്സായിട്ട് അവൾ ആ ഒരു, സോ അതുകൊണ്ട് ഒരു കുറച്ച് പൊസസീവ്നെസ് കൂടുതലാണ് ശ്വേതയോട്. ഭയങ്കര അതെ 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 അതെ. അവളെപ്പോഴും പറ്റുന്നിടം ഒക്കെ മെസ്സേജ് ചെയ്ത് എങ്ങനെയുണ്ട് ചേച്ചി, ഹൗ ആർ യു, അതല്ല എന്തെങ്കിലും പാട്ട് പാടണ കേട്ടാലോ, പിന്നെ പറ്റുന്നിടത്തോളം കച്ചേരിക്കെല്ലാം ഇവിടെ ചെയ്താൽ അവൾ ഫ്രീ ആണെങ്കിൽ വരും. ഷീസ് ഭയങ്കര പ്രൗഡാണ് എനിക്ക്. കാരണം സൗത്ത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ടോപ്പിലാണ് അവൾക്ക്. എല്ലാ പാട്ടുകളും ഹിറ്റാണ്. സോ 7 വർഷം, ആദ്യത്തെ ഒരു 7 വർഷം എൻ്റെ അടുത്ത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് സിനിമയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. എല്ലാ കാര്യവും എൻ്റെ അടുത്തും ചോദിച്ചും പറഞ്ഞും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ സുജാത ചേച്ചി വിജയദശമിക്കാണ് ആദ്യം ഇവിടെ ആരും വിളിച്ചത്. അതെ, സുജാത ചേച്ചി. അപ്പോൾ അവർ വന്നു, ചേട്ടനും മോനേട്ടനും. അപ്പോൾ ദേ ആർ വെരി സിമ്പിൾ. അത് ഞാൻ ഈ പിള്ളേരെ എല്ലാം വിളിച്ചാണ്. അപ്പോൾ ശ്വേത ശ്രേഷ്ഠയും മോളെയും കൊണ്ട് വന്നു. ചേച്ചി പക്ഷേ അത് നമ്മുടെ ബിന്നിക്കുട്ടീന്നാണ് വിളിക്കണം. അങ്ങനെ അതാണ്, അങ്ങനെ ഒരു ഭയങ്കര ഇതാണ്. അതുപോലെ തന്നെ ചിത്ര ചേച്ചി കേട്ടോ. ചിത്ര ചേച്ചിയുടെ കാര്യമൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യം ഞങ്ങൾക്ക് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ ഞാനിവിടെ ചെന്നൈയിൽ വന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ചേച്ചി. പിന്നെ ഇന്നും എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ് ചേച്ചിയുടെ ബീന ചേച്ചി. അങ്ങനെ പിന്നെ ചിദംബരനാഥ് മാഷ്, നമ്മുടെ കേശാദിപാദം തൊഴുന്നേൻ കേശവ, അവരൊക്കെയാണ് ഒരു റീസൺ ഞാൻ ഫിലിമിലേക്ക് എൻട്രി ചെയ്യാൻ. കാരണം അവരാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത്. നിൻ്റെ സൗണ്ട് നല്ലതാണ്, നീ ഇത് ചെയ്യൂ, പാടൂ, കൊടുക്കും, മോളെ എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ. സോ രാജാമണി ചേട്ടൻ, ഒരുപാട് പേരങ്ങനെ മറന്നിട്ടുണ്ടോയെന്നറിയില്ല, അങ്ങനെ കുറേ പേരുണ്ട് പറയാതെ. ഏറ്റവും കൂടുതൽ പിന്നെ നന്ദി വിദ്യാസാഗർ സാറിന്. എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു മാറ്റിമറിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ സാറ് എന്ത് തോന്നി ഇങ്ങനെ ഒരു പുതിയ സിംഗറിനെ, അവരെല്ലാം ഇത് പാടേണ്ടത് വലിയൊരു സിംഗറാണെന്ന് അവർ വലിയ സിംഗറിൻ്റെ പേരും എഴുതി വെച്ചു. സാറ് എങ്ങനെ അന്ന് ഞാൻ വെച്ചാൽ കർണാട്ടിക് മ്യൂസീഷ്യന് ആ ഒരു ചെറിയ ഫീൽഡിൽ എല്ലാവർക്കും അറിയാമെന്നല്ലാതെ മാസിന് അറിയില്ല. അപ്പോൾ അങ്ങനെ അറിയില്ലാത്ത ഒരാളെ എന്ത് ധൈര്യത്തിൽ, അതും ചന്ദ്രമുഖി, അതും രജനീകാന്ത്, അതും ശിവാജി പ്രൊഡക്ഷൻ്റെ 100th ഫിലിം, ഇത്രയും വലിയൊരു പ്രൊഡക്ഷനിൽ എന്ത് ധൈര്യത്തിലാണെന്ന് ഞങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു തിരുപ്പതി വെങ്കടാചലപതി ഉണ്ട്. ഞാനല്ല അദ്ദേഹം പറഞ്ഞു ചോദിച്ചു. പക്ഷെ അത് തീർച്ചയായിട്ടും ദൈവം, പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ചന്ദ്രമുഖി എടുത്തത് എനിക്ക് വേണ്ടിയാണോ എന്ന്. കാരണം
രണ്ടും ചേഞ്ച് ആയിരുന്നു ലൈഫ്. ചന്ദ്രമുഖിക്ക് മുൻപും ചന്ദ്രമുഖിക്ക് കറക്റ്റാണ്. അതെ, ഇപ്പോൾ വൈകിയാണെങ്കിലും അല്ലേ അത് തൊട്ട് അതൊരു ബിഗ് എൻട്രി. അതെ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഫിലിമിൽ ഒരുപാട് പാടാത്തത്. പക്ഷെ എനിക്ക് എന്തായാലും റീസൺ എനിക്കുണ്ട്. ഒന്ന്, ഞാൻ കർണാട്ടിക്കിൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 75 ഫിലിമിൽ പാടിയിട്ടോ. എനിക്ക് പാടണമെന്ന് 2-3 പേരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. രാജാ സാറ്, റഹ്മാൻ സാറിന് പാടിയില്ല, രാജാ സാറിന് പാടി. ഇപ്പം പല ആൾക്കാരുടെ പാട്ടിന് മുമ്പ് എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരു ഇഷ്ടപ്പെടുന്നില്ലെന്നല്ല, എനിക്ക് ഒരു ആ ഫീല് വരണില്ല, ചിലപ്പോൾ സ്യൂട്ട് ആവുന്നില്ല. എനിക്ക് ചില പാട്ടുകൾ എനിക്ക് സ്യൂട്ട് ആവുന്നില്ല. അപ്പം ഞാൻ ഇത് പാടി നന്നാവില്ല എന്ന് എനിക്കൊരു ബോധം ഉള്ളിൽ. അങ്ങനെ ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചു. ഒരു ഫസ്റ്റ് ഇത്രയും വലിയ ഒരു പാട്ട്, ഹിസ്റ്ററിക് ഒരു പാട്ട്, അന്ന് ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ ഓഫ് സൗത്ത് ഇന്ത്യ എന്നൊരു അവാർഡേ കൊടുക്കുള്ളൂ, ഫിലിം ഫെയർ, അത് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ഡേ പോയി എന്താ പറയുക, ഒരു ഹിമയമല തൊട്ടു എന്ന് പറയണ പോലെ പിന്നെ ഒരു ഇൻട്രസ്റ്റ് വന്നില്ല. ഒരു പക്ഷേ അങ്ങനെ എനിക്കും കൂടി ഒരു ഇൻട്രസ്റ്റ് വന്നിരുന്നെങ്കിൽ, ഇപ്പോൾ സാറിന് 5-6 ഫിലിം പാടി, സാറിൻ്റെ അടുത്ത് തന്നെ സാറേ എനിക്ക് ഇനിയും പാട്ട് തരും. അപ്പം നമ്മൾ കുറച്ച് അങ്ങോട്ടും കൂടെ പോയി നമ്മൾ ചോദിക്കണം, അല്ലാണ്ട് ഇങ്ങോട്ട് വീട് തുറന്നു വിട്ട് മുട്ടി അങ്ങനെയൊന്നുമില്ല. അപ്പം അങ്ങനെയൊന്നും പോയുമില്ല. അതൊക്കെ ഒരു റീസൺ. എനിക്ക് അങ്ങ് സന്തോഷമായി, തൃപ്തിയായി. എനിക്ക് തൃപ്തിയായി, എനിക്ക് വലിയൊരു പാട്ട് കിട്ടി. ഐ എം ഹാപ്പി. ഈ ചില കോയിൻസിഡൻസ് പറയുകയാണെങ്കിൽ ഇപ്പം ശിഷ്യന്മാരെ നോക്കുമ്പോൾ ഇപ്പോൾ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി, അതെ, നമ്മുടെ ചേച്ചിക്കാണെങ്കിൽ ഫാനാണ്. അപ്പൊ ആ എൻട്രിയും അത് റിലേറ്റ് അതൊരു ഞങ്ങൾ എപ്പോഴും പറയും, ഇവൻ ആദ്യം ഇവിടെ പഠിക്കാൻ വന്നപ്പോൾ തൊട്ട് ആദ്യം അവൻ ആദ്യമായിട്ട് ഏതോ ഒരു പാട്ട് പാടിയപ്പോൾ അവന് ഇത് കിട്ടി. അപ്പം അവൻ ചേട്ടൻ, ചേച്ചി, അല്ലെങ്കിൽ ഒരു അച്ഛൻ, അമ്മ, എന്ത് കാര്യം സാർ ഇവിടെ പറഞ്ഞാലേ അവന് ഓക്കെ ആവുള്ളൂ. എല്ലാം അഡ്വൈസ് ചോദിച്ച് അവൻ അതേ രീതിയിലാണ് ഫോളോ ആയിട്ട് അവൻ്റെ ലൈഫും കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പം ജിമുക്ക ഫസ്റ്റ് ഗിഫ്റ്റ്, അത് കഴിഞ്ഞ് പിന്നെ എവിടെ ജിമുക്ക ഉണ്ടാലും ജിമുക്ക വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അവൻ കല്യാണം കഴിച്ച കുട്ടിക്കും ജിമുക്ക ഏറ്റവും ഇഷ്ടം. അപ്പൊ അവക്കും കൊടുത്തത് ജിമുക്കയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവന് ജിമുക്ക പാട്ട് കിട്ടിയത്. പിന്നെ കറക്റ്റ് ഇതാണ്. ഓൾറെഡി യു ആർ ഡൂയിങ് എ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഇപ്പൊ 3 മില്യൺ. ഇല്ല അതാ പറഞ്ഞേ, അവൻ പോവല്ലേ 2.99. മലയാളം ഇങ്ങോട്ട് വാ, 3 മില്യൺ ആക്കിത്താ. ഞാൻ കേരളയിലൊന്നും നിങ്ങൾക്കെല്ലാം ഫലൂഡ വാങ്ങിച്ചേ. ഷുവറാണോ? ഓക്കെ. അതായത് 3 മില്യൺ ആയി കഴിയുമ്പോൾ കേരളയിൽ വന്ന് ഫലൂഡ മേടിച്ചു തരും. കേരളയിൽ ലുലു മോളിൽ വന്ന് ഇവള് വിളിക്കും എല്ലാരെയും. അനൗൺസ് ചെയ്യും കേരളയിൽ. അപ്പം മറ്റേ വാർത്തയും വരും, മറ്റേ ഇത് ലുലു മോളിലാണ് വന്നിരിക്കുന്നത്, എല്ലാരും വരണം എന്നത്. എന്റെ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയപ്പോ ഞാൻ ഇവിടെ ജസ്റ്റ് സ്റ്റോറിയിൽ ഇട്ടു 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് സ്പെഷ്യൽ. ആരെല്ലാം എന്നെ ഫോളോ ചെയ്യുന്നു ഇവിടെ നമുക്ക് മീറ്റ് ചെയ്യാം. മീറ്റ് ചെയ്ത് എല്ലാവർക്കും ഞാൻ ഫുഡ് വാങ്ങിക്കും. ഓക്കെ, അപ്പൊ അതും സെറ്റ് ആക്കിയേക്കാം. അപ്പൊ ലുലു മോളില് ഉറപ്പായിട്ടോ വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഫലൂഡ എല്ലാവർക്കും വേണമെങ്കിൽ വരും. അതെ, ആ വരുന്ന സബ്സ്ക്രൈബ് ചെയ്യേണ്ട സ്ക്രീൻഷോട്ട് അയച്ചു തരണം. അതല്ലേ? എല്ലാം വായിക്കൂലോ, നിങ്ങളുടെ ഇന്റർവ്യൂ വരുമ്പോ കമന്റ്സ് എല്ലാം വായിക്കൂലോ. ഓ അങ്ങനെ. അന്നേരത്തെയും ആ ടൈമിൽ ഓൾമോസ്റ്റ് 3 മില്യണിലേക്ക് ആകും. ഇൻസ്റ്റയില് 5.9 മില്യൺ ആണ്. 5.9. ഇപ്പോൾ ഒരു സോങ് കൂടെ, ഈ സോങ് എന്ന് പറയുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പേരുകളുണ്ട് കുറേ. ഇപ്പോൾ വിദ്യാസാഗർ സാറ്, ചിത്ര ചേച്ചി, അല്ലെങ്കിൽ ചേച്ചിയുടെ തന്നെ ശിഷ്യന്മാരായ കുറേ പേരുണ്ട്. പ്ലസ് ഇത് കാണുന്നവരുണ്ട്, ശിവാംഗിയുടെ എത്രയോ ഫോളോവേഴ്സ് അല്ലേ, ഒരുപാട് ഫോളോവേഴ്സ്, പിന്നെ ഓരോ ഇതിൻ്റെ ഫാൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഒരു സോങ് ഫൈനലി, പിന്നെ നമ്മുടെ ജിഞ്ചർ മീഡിയയുടെ പ്രേക്ഷകർക്കും ഈ ക്രിസ്മസ് സ്പെഷ്യലും ആണ്. സോ ഒരു സോങ് കൂടെ ശിവാംഗി വാനെ തമിഴ് പാട്ട് പാട്ടെ. വാനി മറ്റേ ഇതിലൊന്നും വച്ചില്ല. ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ് ശിവാംഗി പാടുന്നതില് വാനി എന്നുള്ളൊരു പാട്ട്. അത് 2 പേര് പാടും. വാനേ 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 നാനും മേഘം താനേ എന്നരുകിലേ കണ്ണരുകിലേ നീ വേണ്ടുമേ മണ്ണടിയിലും മുന്നരുകിലേ நான் வேண்டுமே சொல்ல முடியாத காதலும் சொல்லில் அடங்காத நேசமும் எண்ண முடியாத ஆசையும் உன்னிடத்தில் தோன்றுதே நீதானே உஞ்சாதே நானே உன் சரிபாதே நீதானே புஞ்சாதே
നാനേ ഉൻ സരിപാദി വാനേ 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 നാനുൻ മേഘം താനേ. എനിക്ക് ഇവള് എപ്പോൾ സ്റ്റേജിൽ പാടിയാലും റീസെൻ്റ് ആയിട്ട് ഒരു യൂറോപ്പ് ട്രിപ്പ് ജർമ്മനിയിൽ ഹരിഹരൻ സാറിൻ്റെ കൂടെ ഇത് പാടി ഹരിഹരൻ സാറാണ് മെയിൽ ഇതിൽ ഒറിജിനൽ പാടിയിരിക്കുന്നത്. അപ്പോൾ ഇവർ ഡ്യുവറ്റ് പാടിയപ്പോഴത്തേക്ക് എപ്പോൾ സ്റ്റേജിൽ പാടിയാലും എനിക്ക് ഭയങ്കര ഫീലിംഗ് ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ് ഇവള് ഇത് പാടുമ്പോൾ സ്റ്റേജിൽ ശിവാംഗി പാടുമ്പോൾ ശിവാംഗി പാടും. അത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ചേച്ചിയും ഒരു സോങ് ഫൈനൽ. എനിക്ക് എനിക്ക് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമുണ്ട്. ഇതിന് ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ പെട്ടെന്ന് തോന്നുന്ന ഏതായിരിക്കാം പാടാൻ? കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ, കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ, പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിൻ്റെ തുമ്പിൽ തുടിച്ചു നിന്നു, പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിൻ്റെ തുമ്പിൽ തുടിച്ചു നിന്നു, ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനെ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു, തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാ. ഓം ശിവോഹം സരി ഗമപദനിസ ഗമപദനിസ ദാവള്ള ഗമപനിസ ഗമപനിസ എന്ന് പാടിക്കൊണ്ടിരുന്നു അല്ലേ? അപ്പ ശരിയാണ് തൈര് സാദം എന്ന് പറയും. ഈ തൈര് സാദം കഴിക്കുന്നവരെല്ലാം ഭയങ്കര പാവായിരിക്കും. ആണോ? അതെ, പാവായിരിക്കും, സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ അതിന് അപ്പയെ ഇവര് തൈര് സാദം എന്നാ പറയുന്നത്. അതെ, അപ്പ തൈര് സാദം. അപ്പൊ അമ്മ ആരാടി? അമ്മ മുന്തിരിക്കൊട്ട. അതെന്താ റിലേറ്റ് ചെയ്ത് മുന്തിരിക്കൊട്ട റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെ? മുന്തിരിക്കൊട്ട ഇവിടെ വന്ന് എല്ലാத்தையும் എതും മനസ്സിലേ ഉണ്ടാവില്ല, ശരിയാണ് ഒരു ബേക്ക്